അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിയുമ്പോൾ ദുഷ്ടപിശാചിനോട് യാത്ര പറഞ്ഞ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളോട് യാത്ര പറഞ്ഞ് സത്യപ്രകാശമാകുന്ന ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിലേക്ക് ഒരാൾ വരുമ്പോൾ അവൻ്റെ ജീവിതം വെളിച്ചമുള്ളതായിത്തീരുന്നു. പാപക്കറകൾ കഴുകപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ അവകാശം, വെളിച്ചങ്ങളുടെ രാജ്യങ്ങളുടെ അവകാശം ദൈവം സൗജന്യമായി കൊടുക്കുന്നു. ഏതാണ് ഈ വെളിച്ചത്തിൻ്റെ രാജ്യം? അത് സ്വർഗരാജ്യമാണ്. അത് ക്രിസ്തു വസിക്കുന്ന രാജ്യമാണ്. ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാർ വസിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൽ നാം പോകണമെങ്കിൽ ഈ അന്ധകാര ശക്തിയോട് യാത്ര പറയണം. ഞാൻ പറഞ്ഞു, 2 ശക്തികളേ ഉള്ളൂ ഈ ഭൂമിയിൽ. നിങ്ങൾ പറയും, ലോകരാജ്യങ്ങൾ, എത്രയോ ശക്തിയുള്ള ലോകരാജ്യങ്ങളുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ ആത്യന്തികമായി ഈ ലോകത്തിലുള്ള സകല ശക്തികളെയും ഒന്നിച്ചു കൂട്ടിയിട്ട് അത് 2ആയി വിഭജിച്ചാൽ ഇരുളിൻ്റെ ശക്തിയും വെളിച്ചത്തിൻ്റെ ശക്തി എന്ന് പറയാൻ കഴിയും. ഇരുളിൻ്റെ ശക്തിയെ നയിക്കുന്നത് ദുഷ്ടപിശാചാണ്. എന്നാൽ വെളിച്ചത്തെ നയിക്കുന്നത് വെളിച്ചമാവുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിന് വേണ്ടി നാം ജീവിതം വേർതിരിക്കുമ്പോൾ നമ്മിൽ ആ വെളിച്ചം വ്യാപിക്കുന്നു. കർത്താവിന് സ്തോത്രം. വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നാം പോകുന്നു, വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ പോകുന്നു. വചനം വെളിച്ചമാണ്. വചനപാതയിലൂടെ നാം മുന്നോട്ട് പോകുന്നു. ആ വചനപാത ചെന്ന് നിൽക്കുന്നത് നിത്യസ്വർഗത്തിലാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമ്പോൾ, നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അന്ധകാരം ഒഴുകി മാറുന്നു. നമ്മുടെ അധ്വാനം കൊണ്ടല്ല, കഠിന പ്രയത്നം കൊണ്ടുമല്ല പ്രിയരെ. ചിലരുണ്ട് മണലിൽ കയറി പിരിക്കുന്നത് പോലെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നോക്കും. കഷ്ടപ്പെട്ട് പാടുപെട്ട്. അങ്ങനെയല്ല ക്രിസ്ത്യ ജീവിതം. യേശു ക്രിസ്തുവിനോടുള്ള നിർമ്മല സ്നേഹത്തിൽ നിറഞ്ഞ്, എൻ്റെ പ്രിയപ്പെട്ട യേശു, ആ യേശു ദുഃഖിക്കുന്നു, എനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിച്ച് യേശു പ്രസാദിക്കുന്ന ജീവിതം എനിക്ക് വേണമെന്ന് തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ജയജീവിതം. അങ്ങനെ ലഭിക്കുന്ന ജീവിതമാണ് ജയജീവിതം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. എങ്ങനെ? സ്നേഹിച്ചവൻ മുഖാന്തരം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന ക്രിസ്തു മുഖാന്തരം നമുക്ക് പൂർണ്ണ ജയമുണ്ട്.